ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു നോട്സ് പ്ലസ്. അപ്പം ഇന്നത്തെ കാര്യം ഒരു ചെടി തണലാണ്. എൻ്റെ അച്ഛൻ ഇന്നലെ രാത്രി ഒരു ചെടി കൊണ്ടുവന്നിട്ടുണ്ട്. ഞങ്ങളത് കാണിക്കാം. അത് നമുക്ക് അറിയാമായിരിക്കും, കണ്ണാടി ചെടിയാണ് എന്ന് പറയുന്നത്. കൂടെ ഡ്രാഗൺ ഫ്രൂട്ടുണ്ട്. 2 ഡ്രാഗൺ ഫ്രൂട്ടും ഒരു കണ്ണാടി ചെടിയാണ് കൊണ്ടുവന്നത്. ഡ്രാഗൺ ഫ്രൂട്ട് വൈകിട്ട് നടത്തുള്ളൂ. അതിൻ്റെ വീഡിയോ എടുത്ത് ഇടാം, നോക്കാം. അപ്പം നമ്മളിത് നടാൻ പോകുന്നത് നമ്മുടെ ചെറുപയറിൻ്റെ ഒക്കെ അപ്പുറത്തായിട്ട് കടല മുളച്ചിട്ടുണ്ട്. അത് നിങ്ങളെ ഞാൻ ഒന്ന് കാണിക്കാം. അപ്പം കടലയുടെ തൊട്ട് ഇപ്പുറത്തായിട്ട് ചൈനീസ് ബാമ്പും ഇല്ലേ, അതിൻ്റെ ഇപ്പുറത്ത് അല്ലെങ്കിൽ കടലയുടെ അപ്പുറത്താണ് ഞാൻ ഉദ്ദേശിച്ചേക്കുന്നത്. അപ്പം ഗൈസ്, കടലയ്ക്ക് ഇല മുളച്ച് ഇപ്പോഴേ ശ്രദ്ധിക്കുന്നു. ഞാൻ രാവിലെ എല്ലാ ദിവസവും പയറും നോക്കുന്നതാണ്. അപ്പം ശരി, ഞാനത് കാണിക്കാവേ. അപ്പം ഗൈസ്, അപ്പം ഇതാണ് നമ്മുടെ കടല. കാണാൻ പറ്റുന്നില്ല, ഇതാണ് കടല. ഇത് ഏറ്റവും വലുതാണ് കടല. പയറും കൂടെ ഒന്ന് കാണിക്കാം. ഇത് മറ്റേ ചെടി, ഇതൊരു പയറാണ്. നമ്മുടെ പയർ അവിടെ വരെയൊക്കെയായി. വിറ്റിട്ടൊക്കെ ചിലതിനകത്തൊക്കെ പോയി. പിന്നെ അച്ഛൻ്റെ ജമന്തിയാണ് ഉണ്ടായി. എനിക്ക് സാധനം അറിയത്തില്ല, ചോദിച്ചുമില്ല. അതും കളിക്കുന്നുണ്ട്. അതുകൊണ്ട് സത്യം ഇവിടെയൊക്കെ ആയി. ഇതൊക്കെ നേരത്തെ ഇല്ലായിരുന്നു. അപ്പം നമുക്ക് കണ്ണാടി ചെടി നടാം. അപ്പം നമുക്ക് കുഴിയൊക്കെ എടുക്കാം ആദ്യം. കണ്ണാടി ചെടി എന്താണ് വളർന്നിരിക്കുന്നത്, അതൊക്കെ എന്തെങ്കിലും ആവട്ടെ. നമുക്ക് നടാൻ വേണ്ടിയുള്ള പോക്ക് നോക്കാം. ഇപ്പം നടാൻ പോകാം. നടുക്കൊരു സ്ഥലമുണ്ട് അവിടെ. അപ്പം ഇവിടെ ഒന്നും ഇല്ല. ഇവിടെ ആകുമ്പോൾ അപ്പുറത്തെ ചൈനീസ് ബാമ്പുവിൻ്റെ വേര് പിന്നെ നശിപ്പിച്ചാണ്, കൊണ്ടില്ല അവിടെ. ഞാൻ കണ്ണാടി ചെടിയുടെ നടാൻ പോവുകയാണ്. നേരെ നിൽക്കത്തുമില്ല. ഫോൺ നിങ്ങളെ കാണിക്കാനും പറ്റില്ലല്ലോ, എന്നൊരു ഫോൺ ഇരിക്കുമല്ലേ. നമുക്ക് ഒത്തിരി ആഴത്തിലൊന്നും വെക്കണ്ട. എങ്ങനെയാണ് ആഴത്തിലൊക്കെ വെക്കുന്നത്? ഇങ്ങോട്ട് വെച്ചിട്ട് മണ്ണ് കുറച്ചങ്ങോട്ടിടാം. നമുക്ക് ഇവിടെ ആയിട്ടൊന്ന് കുഴിച്ച് വെച്ചിട്ട് അത്ര ഉള്ള കാര്യം. അതിൻ്റെ ചുറ്റുമുള്ള മണ്ണൊക്കെ കുഴിയിലോട്ട് തോണ്ടിക്കളയുക. ഇവിടെ വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല, കാരണം ഇവിടെ രാവിലെ മഴ പെയ്തപ്പോൾ നിങ്ങൾക്കറിയാലോ, മണ്ണ് കണ്ടപ്പോൾ മനസ്സിലായോ, രാവിലെ മഴ പെയ്തായിരുന്നു. അപ്പം അതിൻ്റെ അന്നേരം ഇവിടെ വെള്ളം ഇറങ്ങി. പിന്നെ ആ വെള്ളത്തിൽ ഇത് കുളിച്ചോളും. ഡ്രാഗൺ ഫ്രൂട്ട് നമ്മളിവിടത്തൊക്കെ തന്നെ ആയിരിക്കും നടുന്നത്. ഇവിടെ ആയിട്ടായിരിക്കും നടുന്നത്, അതായത് അച്ഛൻ്റെ വീടിൻ്റെ ഇപ്പുറത്തായിട്ട്. കടല ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ലായിരുന്നു, കാരണം കടല ഞാൻ എൻ്റെ ബേസിക് ടീച്ചറോട് ഞാൻ ചോദിച്ചപ്പോഴത്തേക്ക്, ബേസിക് സയൻസ് ടീച്ചറോട് ചോദിച്ചപ്പോൾ ടീച്ചർ പറഞ്ഞു ഇതുപോലെ കടല മുളയ്ക്ക് വന്ന്. ഞങ്ങളോട് പയറ് മുളയ്ക്കുമെന്നേ പറഞ്ഞുള്ളൂ. പിന്നെ ഇതും കൂടെ മുളയ്ക്കുമെന്ന് പറഞ്ഞപ്പോൾ ഞാനും കൂടെ ചെറിയൊരു പരീക്ഷണം നടത്താമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങളെ കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു. അവിടെ പയറൊക്കെ ഇത്ര. പിന്നെ നിങ്ങളിത് ഞാൻ വീഡിയോയ്ക്ക് കാണിക്കാത്തൊരു ചെടിയും കൂടെ ഉണ്ട്, അത് ഞാൻ നിങ്ങളെ കാണിക്കാം. ഇതാണ് ഇത് മറ്റേ പുളിക്കാത്ത മഞ്ഞയാണ്, മറ്റേത് റെഡാണ്. ഇതാണ് പക്ഷേ അതിനേക്കാളും വലുത്. ഇതിൻ്റെ അനിയത്തി തൊട്ടൊരു പാഷൻ ഫ്രൂട്ടാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്.